ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണങ്ങൾ പറഞ്ഞ യജമാനന്മാർക്ക് ധാരാളം ആദായമുണ്ടാക്കിയിരുന്ന ഒരു അടിമ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുമുട്ടി. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. ആരാധനയ്ക്ക് പോകുന്ന വഴിയിൽ ലക്ഷണങ്ങൾ പറയുന്നതായ ഒരു വ്യക്തിയെ കണ്ടു. അവളുടെ ഉള്ളിൽ വെളിച്ചപ്പാടിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിൽ വെളിച്ചപ്പാടിന്റെ ശക്തിയാൽ ദേവാലയത്തിൽ പോകുന്ന വ്യക്തികളോട് ലക്ഷണങ്ങൾ കണ്ട് പറഞ്ഞ് സമ്പത്തുണ്ടാക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവൾ ഒരു അടിമ പെൺകുട്ടിയായിരുന്നു. അവളുടെ സമ്പത്ത് സ്വീകരിക്കുവാൻ ഒരു യജമാനനും ഉണ്ടായിരുന്നു. നാം ഇന്ന് വിശ്വാസത്തോടുകൂടെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിച്ച് അവന്റെ മഹത്വം സ്വീകരിക്കുവാനായി ഒരുങ്ങുമ്പോൾ, വിശ്വാസത്തിലിരിക്കുന്ന നമ്മളോടുകൂടെ ചില വ്യക്തികൾ പറയും, നീ ആലയത്തിൽ പോകുന്നതിനേക്കാൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. അവിടെ നിനക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞ് ചെയ്യേണ്ട ക്രിയകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് വലിയൊരു മാറ്റമുണ്ടാക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവാലയത്തിൽ വരുന്ന ഒരു വിശ്വാസിയോടാ ഇത് പറയുന്നത്. ആമേൻ. എന്നാൽ ഈ ഭാഗത്തിൽ പറയുന്ന ഒന്നുണ്ട്. അവൾ സമ്പത്തിനു വേണ്ടി ലക്ഷണം പറയുന്ന ആ വിചാരത്തിന്റെ ക്രിയകളുടെ ശക്തിയുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലത്തിലും വ്യക്തികൾക്കും സമ്പത്തിനോടുള്ള മോഹങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ സമ്പത്ത് നൽകി വിടുതൽ പ്രാപിക്കാമെന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന വ്യക്തികളാ ഓരോരുത്തരും. ജീസസിനെ ചില വർഷത്തിനു മുൻപ് ഈ പ്രാർത്ഥനാ സ്ഥലത്തിൽ ഒരു മനുഷ്യൻ എന്നെ കാണുവാനായി കടന്നു വന്നു. വളരെ ദൂരത്തു നിന്ന് ആ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നത്. എന്റെ അടുക്കൽ വന്ന് രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞതിനു ശേഷമാണ് ഈ സ്ഥലത്ത് എത്തിയത്. ആ മനുഷ്യൻ ആരെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നില്ല. വരുന്ന സ്ഥലവും വ്യക്തമായി പറഞ്ഞില്ല. എന്റെ ഫോൺ നമ്പർ കിട്ടി എന്നെ വിളിച്ച് ഈ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ അല്പസമയങ്ങൾ എന്നോട് സംസാരിച്ചു. അല്പസമയം സംസാരിച്ചതിനു ശേഷം ഞാൻ ആ മനുഷ്യനോടുകൂടെ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ഭവനം മുതൽ ഇതുവരെ കടന്നു വന്നപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന ഒരു ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. വീണ്ടും ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ എന്നോടൊപ്പം വാഹനത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തി ഈ സ്ഥലത്ത് വന്നു, ഇപ്പോൾ കാണാനില്ല. ഞാൻ ചോദിച്ചു, എവിടെയാ ഇപ്പോൾ നിൽക്കുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ ആ മനുഷ്യനോടുകൂടെ പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങി, നമുക്കറിയാം ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, പോസ്റ്റിനപ്പുറത്തായിട്ട് ആ വ്യക്തി നിൽക്കുക. എന്റെ മുഖത്തേക്ക് ആ മനുഷ്യൻ നോക്കി. ആ മനുഷ്യൻ പറഞ്ഞു, സത്യമായിട്ടും അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ആ മനുഷ്യനോടുകൂടെ ഞാൻ വീണ്ടും ചോദിച്ച ചോദ്യം, നിങ്ങളുടെ കയ്യിലിരുന്ന ആ തലയോട്ടി ഇപ്പോഴെവിടെ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ബാഗിൽ സുരക്ഷിതമായി എന്റെ കാറിൽ ഇരിപ്പുണ്ട്.
ആമേൻ. ആ മനുഷ്യനോട് ഞാൻ വീണ്ടും ചോദിച്ച ഒന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയാ ഇവിടെ കടന്നു വന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ആ മനുഷ്യനോടുകൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയ്ക്കല്ല ഈ സ്ഥലത്ത് വന്നത്. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തിനാ കടന്നു വന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ അതിപ്പോൾ വെളിപ്പെടുത്താം. അല്ല എങ്കിൽ ആമേൻ, ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ നിന്റെ മേലിരിക്കുന്ന ബലഹീനതയുടെ ആത്മാവ് നിനക്ക് വലിയ അനർത്ഥം വരുത്താൻ പോകുകയാണ്. ആമേൻ. ആ മനുഷ്യൻ പറഞ്ഞു, അച്ചോ, ഞാനൊരു മന്ത്രവാദിയാണ്. ഞാനൊരു മന്ത്രവാദിയാ. ദൈവകൃപയാൽ അച്ഛനിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്നതായ ആത്മാവിനെ ഇവിടെ നിന്ന് അച്ഛനിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ വന്ന വ്യക്തിയാ. എന്തിനാ? ഞാൻ ചെയ്യുന്ന അടയാളങ്ങൾ ഒന്നുകൂടെ ശക്തി പ്രാപിക്കണം. ഇത് മന്ത്രവാദികൾ ചെയ്യുന്ന ഒരു ട്രിക്ക് തന്നെയാ. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന തലയോട്ടി ഇവിടെ ഇരിക്കുന്ന ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ കൊണ്ടുവന്നതാ. എന്നോടൊപ്പം കടന്നു വന്ന ആത്മാവോ അതിശക്തൻ. അവൻ നിങ്ങളിൽ ഇരിക്കുന്ന ആത്മാവിനെ ബന്ധിച്ചു കൊണ്ടുപോകുവാൻ വന്ന ആത്മാവാ. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ച ഒരു ചോദ്യം, അല്ലയോ അച്ഛാ, എന്തുകൊണ്ട് ആ ആത്മാവ് ഈ ആലയത്തിൽ പ്രവേശിച്ചില്ല? ഹല്ലേലൂയ. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ദേവന്മാരിൽ അതിശക്തനായ ദൈവം എന്റെ ക്രിസ്തു, അവൻ ഇവിടെ വാസം ചെയ്യുന്നത് കൊണ്ടാണ് നിന്റെ മേലിരിക്കുന്ന ശാപത്തിന്റെ ആത്മാവിന് ഇതിൽ കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ മനുഷ്യൻ അല്പസമയം എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, അല്ലയോ അച്ഛാ, ഇത്രയും അധികം ശക്തിയുള്ള ഒരു ദൈവത്തെ, ശക്തനായിരിക്കുന്ന ആത്മാവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തികളാ എന്റെ അടുക്കൽ മന്ത്രവാദത്തിനായി വരുന്നത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഞങ്ങളെ തേടി വരുന്നു? ഒരു മന്ത്രവാദി ചോദിച്ച ചോദ്യമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ആ ക്രിസ്ത്യാനികൾ ആ വിചാരക്രിയകൾ ചെയ്യുന്നതായ വ്യക്തികളുടെ അടുക്കൽ, കുറി പറയുന്നവന്റെ അടുക്കൽ, ലക്ഷണം പറയുന്നവന്റെ അടുക്കലേക്ക് ഓടുന്നതാ? ആമേൻ. ക്രിസ്തുവിനെ അറിയേണ്ട വിധം അറിയാത്തവൻ ആഭിചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും പിന്നാലെ അവൻ ഓടും. അവന് ശാശ്വതമില്ല. ശാശ്വതമില്ലാത്തതായ ആത്മാവിന്റെ പിന്നാലെയാ ഇന്ന് ക്രൈസ്തവ സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നതാ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, പൗലോസും ശീലാസും ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാകൊണ്ട്. ആമേൻ. അവന്റെ അടുക്കൽ ലക്ഷണം പറയുന്നതായ സ്ത്രീ വന്നു. അവന്റെ പിന്നാലെ നടന്നു പറയുന്നു, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രന്മാർ, ഇവരുടെ മുൻപിൽ രക്ഷയുടെ മാർഗമുണ്ട്. ഇവരോ ദൈവാത്മാവിനാൽ സകലരെയും വിശുദ്ധീകരിക്കുന്നവൻ, ദൈവാത്മാവിനാൽ അഭിഷേകം കൊടുക്കുന്നവൻ. അതുകൊണ്ട് ഇവന്റെ പിന്നിൽ രക്ഷയുടെ വലിയ ശക്തി ഉണ്ട്. ചില ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. പൗലോസും ശീലാസും ഒരു ദിവസം ഈ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ടാ അവളുടെ മേൽ കരം വെച്ച് ആമേൻ ഭൂതാത്മാവിനെ ശാസിച്ചു. ആ ക്ഷണത്തിൽ അവൾ പറയുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും അവളുടെ ശരീരം വിട്ടു പോയി. ജീസസ് നെയിം. ഹല്ലേലൂയ. ഈ ആദ്യ ഭാഗത്തിൽ വായിച്ചു, പൗലോസും ശീലാസും യഹോവയോട് പറയുന്നു, പിതാവേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിലേക്ക് സുവിശേഷം പറയാൻ പോയിക്കൊള്ളട്ടെ.
കർത്താവ് പറഞ്ഞു, ഞാൻ അയക്കുന്ന സ്ഥലത്തിൽ മാത്രമേ നിനക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്ന സ്ഥലത്തിൽ മാത്രമേ എന്റെ ആത്മാവ് നിന്റെ കൂടെ എത്തത്തുള്ളൂ. അവൻ നിന്നെ വഴി നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പൗലോസും ശീലാസിന്റെ കൂടെ ദൈവാത്മാവ് ഇരുന്നു എങ്കിൽ ആമേൻ, ഈ ആഭിചാര ക്രിയകൾ ചെയ്യുന്നതായ സ്ത്രീ വിളിച്ചു പറയുന്നു, ഇവരുടെ മേൽ രക്ഷയുടെ മാർഗമുണ്ട്, ഇവനോ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. ജീസസ് നെയിം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, എന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ ശക്തി ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ആമേൻ, ആഭിചാരം പറയുന്ന ഒരു മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, അനിയ, നിന്റെ മേലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മേലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ. നിന്റെ മുൻപിൽ മന്ത്രവാദികൾക്കോ മന്ത്രവാദ ശക്തികൾക്കോ നിൽക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ മേലിരിക്കുന്ന ആത്മാവ് അത്രയ്ക്ക് ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ആ വ്യക്തിയെ ഞാൻ പറയാം. വലിയ തുറ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാമായിരിക്കും. വലിയ തുറ പോലീസ് സ്റ്റേഷൻ ആപ്പോസിറ്റായി ഒരു റോഡ് അകത്തോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ചൽപ്പം പോകുമ്പോൾ ഇടതു സൈഡിലേക്ക് ഒരു വഴി ഇറങ്ങും. 2 വീട് കഴിയുമ്പോൾ വലതു സൈഡിലിരിക്കുന്ന വീടാണ്. പുള്ളിക്കാരന്റെ പേര് പ്രസാദ് എന്നാണ്. ആമേൻ. കോട്ടൂരു എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ആഭിചാരത്തിനു വേണ്ടി മന്ത്രവാദം ചെയ്ത് കുറ്റികൾ അടിച്ച് ഉറപ്പിച്ച് മനുഷ്യന്റെ നാശത്തിന് വേണ്ടി ആമേൻ പൂജകൾ ചെയ്യുന്ന വ്യക്തിയാ പ്രസാദ്. ആമേൻ. ആ മനുഷ്യനാ പറഞ്ഞത്, എന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു സമയം ആ മനുഷ്യന്റെ അടുക്കൽ ഞാൻ പോയി. 3ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ആമേൻ, ആ മനുഷ്യൻ എന്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഹല്ലേലൂയ. സഹോദരാ, നിന്റെ മുന്നിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ. ആമേൻ. അതേ ആത്മാവിന്റെ ശക്തികളാൽ ഈ കുറി പറയുന്ന സ്ത്രീയും പൗലോസിനോടും ശീലാസിനോടും കൂടെ പറഞ്ഞു, ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. പൗലോസിനെയും ശീലാസിനെയും നശിപ്പിക്കുവാൻ അനേക മന്ത്രവാദികൾ എഴുന്നേറ്റു. പൗലോസിനെയും ശീലാസിനെയും ശാസിച്ചു കീഴടക്കുവാൻ, ദേഹ ഉപദ്രവങ്ങൾ ചെയ്ത് അവനെ ബലഹീനപ്പെടുത്തുവാൻ ചില വ്യക്തികൾ എഴുന്നേറ്റു. ആരാ എഴുന്നേറ്റത്? ആമേൻ. ഈ സ്ത്രീയെ കൊണ്ട് ആഭിചാരം നടത്തി ദുഷ്കർമ്മങ്ങളിലൂടെ ലഭിക്കപ്പെടുന്ന സമ്പത്ത് കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്നതായ വ്യക്തികൾ പൗലോസിനെയും ശീലാസിനെ പിടിക്കുവാൻ ഒരുങ്ങി. ജീസസിനെ ആമേൻ. ചില വർഷത്തിനു മുൻപ് ഈ സഭയിൽ ഞാൻ ഇരിക്കുന്ന സമയത്തിൽ തൊട്ടടുത്ത് ഞാറനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും 2 വ്യക്തികൾ ഇവിടെ കടന്നു വന്നു. എനിക്ക് പേര് ഓർമ്മയില്ല. ഹല്ലേലൂയ. ഞാറനെല്ലിയിൽ ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന വീടുകൾ തന്നെയാണ്. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് കടന്നു വന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന പ്രഗൽഭന്മാരാ. ഹല്ലേലൂയ. ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിരുന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഒരു കണ്ണിന് കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ടോ? എന്റെ അടുക്കൽ ആദ്യം വന്ന വ്യക്തിയ. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. 2ാമത്തെ പ്രാവശ്യവും ആ മനുഷ്യൻ കടന്നു വന്നത് ആദ്യം വന്ന മന്ത്രവാദിയെ പോലെ ഇവിടെ ഇരുന്ന് ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നവനാണ്. ആമേൻ. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ പൂജാരിയെ ക്ഷണിക്കാനായി ഭവനത്തിൽ ചെന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഇത് പ്രഗൽഭനായിരിക്കുന്ന ഈ പൂജാരി അയാളുടെ ഭവനത്തിൽ തുള്ളി താഴെ. ആ മനുഷ്യൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരു ദിവസം മന്ത്രവാദം 1001 പ്രാവശ്യം ഉരുവിടും. 1001 മന്ത്രവാദങ്ങൾ ഞാൻ ഉരുവിട്ട ഞാൻ കടന്നു പോകുന്നതാ. അതുകൊണ്ട് ഒരു ശക്തികൾക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, 1 സെക്കൻഡ് നിങ്ങൾ ഇരിക്കണം.
ഞാനൊന്ന് മുഖം കഴുകട്ടെ. ആമേൻ. ഞാൻ എണീച്ചു പുറകിലോട്ട് പോയി. ഞാൻ എന്റെ മുഖം കഴുകാനല്ല പോയത്. ആമേൻ. ബാക്ക് റൂമിൽ ചെന്ന് ഒന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, ഈ ആത്മാവിനോടുകൂടെ സംസാരിപ്പാനുള്ള ശക്തിയും ആത്മാവിന്റെ ഫലവും എനിക്ക് തരണം. ഹല്ലേലൂയ. ആ മനുഷ്യനോടുകൂടെ ഞാൻ ചോദിച്ചു, ആമേൻ, നീ ഉരുവിടുന്നതായ മന്ത്രശക്തികൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആമേൻ. ആ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി. ഒരു പള്ളിയിലച്ഛന് എങ്ങനെയാ ഈ മന്ത്രവാദത്തിന്റെ ശക്തികൾ, പൂജകൾ അറിയാം? ആമേൻ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഓം ബ്രഹ്മപുത്രായ നമഃ, ഓം വൃഷശൂലായ അരുന്ധതായ നമഃ, ഓം കന്യസൂതായ നമഃ, ഓം പഞ്ചകർമായ നമഃ, ഓം ബ്രഹ്മപുത്രായ അഖിലേണ്ടാശ്വരായ നമഃ, ഓം മൃത്യുഞ്ജായക നമഃ. ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു, അനിയാൻ എന്റെ കയ്യിലൊന്ന് പിടിക്കുവാൻ പറഞ്ഞു. എന്റെ കയ്യിലൊന്ന് പിടിച്ചു. ആ മനുഷ്യൻ ഷോക്കേറ്റതുപോലെ ആ നിലത്ത് വീണ് കിടന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത്രയും ശക്തിയുള്ള ദൈവത്തെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്താ അവിടെ ഉരുവിട്ടത്? ഓം കന്യസൂതായ നമഃ, കന്യകയിൽ ജനിച്ചവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഓം ബ്രഹ്മപുത്രായ നമഃ, സകലത്തെയും സൃഷ്ടിച്ചവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓം വൃഷശൂലായ അരുന്ധതായ നമഃ, വൃക്ഷത്തിൽ തൂങ്ങി മരിച്ചവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓം പഞ്ചകർമായ നമഃ, ശരീരത്തിൽ 5 മുറിവുള്ളവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓം മൃത്യുഞ്ജായ നമഃ, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓം സദാശിവമായ സമഹ, ഓ ശിവം സ്നേഹം, സ്നേഹവാനായിരിക്കുന്ന ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ മനുഷ്യൻ സ്തുതിച്ചു കൊണ്ടുവന്നതാരെയാ? ക്രിസ്തുവിനെയാ. ഹല്ലേലൂയ. അവന്റെ ഉള്ളിലിരുന്നതായ ആ വിചാരത്തിന്റെ കെട്ടുകളും ആമേൻ മന്ത്രവാദത്തിന്റെ കെട്ടുകളും അവന്റെ ഉള്ളം വിട്ട് അഴിഞ്ഞു. ഇന്ന് വരെ എന്റെ മുൻപിൽ വന്നിട്ടില്ല. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആ വിചാരക്രിയക്കോ മന്ത്രവാദ ശക്തികൾക്കോ ദുഷ്ടതയുടെ ആത്മാവിനോ യാഥാർത്ഥ്യമായിരിക്കുന്ന ക്രിസ്തുവിന്റെ പൈതലിനെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുവോ? ആമേൻ. അവൻ പറഞ്ഞു, എന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ ആ വിചാരക്രിയകളും ശാപശക്തികളും നിന്നെ തൊടുകയില്ല. എന്നാൽ നിന്നെ തൊടും ആരാ? ദൈവ പൈതലല്ലാതെ, ദൈവ വിശ്വാസിയില്ലാതിരിക്കുന്നവന് മേലിരിക്കുന്ന ദുരാത്മാവ് ആത്മീകതയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുപോകുവാൻ, ശാരീരികവും മാനസികമായി തളർത്തുവാൻ നോക്കും. നീ തളർന്നു പോകരുതാ. ആഭിചാരം പറയുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ശാപാത്മാവ് ഇറങ്ങി. ഇവളെ കൊണ്ട് വൈഷമുണ്ടാക്കി കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ദേഷ്യം വന്നു. പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ആമേൻ പൊതുസ്ഥലത്തിൽ കൊണ്ടുപോയി അവരുടെ വസ്ത്രങ്ങൾ മുഴുവനും ഉരുവിക്കളഞ്ഞു. അവരുടെ ശരീരം മർദ്ദിക്കുവാൻ തുടങ്ങി. അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി. അർദ്ധനഗ്നനായിട്ട് കാരാഗ്രഹത്തിലേക്ക് അവരെ അടയ്ക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പലപ്പോഴും ക്രിസ്തുവിന്റെ പേരിൽ നിന്നപ്പോൾ അടികൾ നീ ഏറ്റില്ലേ, അപമാനങ്ങൾ ഏറ്റില്ലേ, നിന്ദകളും പരിഹാസങ്ങളും നീ ഏറ്റില്ലേ? എത്രയോ പേർ നിനക്ക് ആപത്തുണ്ടാക്കാൻ നോക്കിയില്ലേ? നിന്റെ ഭവനത്തെ നശിപ്പിക്കുവാൻ നോക്കിയില്ലേ? നിന്റെ യാത്രകളെയും വഴികളെയും മുടക്കിയില്ലേ? എങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. ചില വർഷത്തിനു മുൻപ് ആമേൻ എനിക്ക് വളരെയധികം സുപരിചിതമായിരിക്കുന്ന ഒരു ഭവനത്തിലെ ഒരു വ്യക്തി സുഖമില്ലാതെ ആശുപത്രിയിലായി. ഈ മനുഷ്യനെ കാണുവാൻ പോകണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം. പല പ്രാവശ്യവും വീട്ടിനടുക്കൽ പോയി എന്റെ മനസ്സിൽ പറഞ്ഞു, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ പോവുകയും ചെയ്യരുത്. ആശുപത്രിയിലായി. പാലോട് ഹോസ്പിറ്റലിലാണ് കിടന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ പോയി ജനലിലൂടെ ഈ മനുഷ്യനെ കണ്ടു.
ബൈക്ക് വച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പറയുന്നു, ഇവന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ഞാൻ അവിടെ നിന്നും തിരിച്ചു വന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദേശത്തിൽ നിന്നും എന്നെ അടിച്ചോട്ടിക്കുവാൻ വേണ്ടി അച്ചാരം വാങ്ങിയ വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. അവൻ ഈ ദേശത്തിൽ നിന്നും അവൻ ഒരു രാത്രിയിൽ കിടക്കുവാൻ പോയി. പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റിട്ടില്ല. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട് എങ്കിൽ നിന്നെ നശിപ്പിക്കുവാൻ വരുന്നവൻ ഇടറി വീടും. നാശം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അവനോ ഒരിക്കലും ന്യായവിധി ദിവസത്തിൽ ആമേൻ നിന്റെ മേൽ തൊടുവാനോ സ്പർശിക്കുവാനോ അവൻ അവകാശമില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഞാനിവിടെ ഒരു വ്യക്തിക്ക്, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കുക. ബലഹീനതയുടെ ആത്മാവ് വീണിരിക്കുന്നു. ആമേൻ. കൊണ്ടുവന്നവർ അറിയപ്പെടുന്ന 2 ഗുണ്ടകളാ കൊണ്ടുവന്നതാ. പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്ന സമയം ഈ വ്യക്തി ഇവിടെ വന്ന് എന്നെ പള്ളു വിളിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. അടുത്ത ദിവസമായപ്പോഴത്തേക്കും ആ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് മാപ്പ് പറയുക. എനിക്കറിയില്ലാതെ പറ്റിപ്പോയി. ആമേൻ. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഏറ്റവും പ്രഗത്ഭന്മാരായ 2 വ്യക്തികളാണ്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു? ഞാൻ പോലും അറിയാതെയാ ആ മനുഷ്യനിലൂടെ അവനോട് സംസാരിച്ചത്. നിന്നെ തകർക്കുവാനോ നിന്നെ നശിപ്പിക്കുവാനോ ഈ ഭൂമിയിലെ ഒരു ശക്തികൾക്കും ആഭിചാര ക്രിയകൾക്കും ദോഷത്തിന്റെ കെട്ടുകൾക്കും രോഗത്തിനോ നിന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്തെന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീണു പോകത്തില്ല. പൗലോസും ശീലാസും പറയുന്നു, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും ശരി, നിങ്ങൾ എന്നെ നശിപ്പിക്കുവാൻ നോക്കിയാലും ശരി, എന്നെ അയച്ച യഹോവ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. കാരാഗ്രഹത്തിലാക്കി പൗലോസും ശീലാസും വേദനയുടെ നടുവിൽ പാടുവാൻ തുടങ്ങി. അവരെ ആമത്തിലിട്ട് പൂട്ടിയിരുന്നു. ആമത്തിലിട്ട് പൂട്ടുക, കൈയും കാലും ചേർത്ത തറയിൽ അടിക്കപ്പെട്ട കുറ്റിയിൽ ആമേൻ ബന്ധിച്ചിരുത്തിയിരിക്കുന്ന അവസ്ഥ. കാരാഗ്രഹത്തിൽ കാവലും നിർത്തി അവർ പാടി സ്തുതിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ ഇറങ്ങി. കാരാഗ്രഹം ഇളകുന്നത് പോലുള്ള ആമേൻ ശബ്ദം. കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി. ആമേൻ. ആമത്തിലിട്ട് പൂട്ടിയതായ അവരുടെ കയ്യിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അവർ ദൈവത്തെ കരങ്ങൾ കൊട്ടി പാടി സ്തുതിച്ചു. ആമേൻ. ശബ്ദം കേട്ടു. കാരാഗ്രഹത്തിന്റെ കാവൽക്കാരൻ ഓടി വന്നു. പൗലോസിനെയും ശീലാസിനെയും കാണാനില്ല. കെട്ടുകൾ അഴിയപ്പെട്ടവനായിരിക്കുന്നു. അവൻ കയ്യിലിരുന്നതായ വാളെടുത്ത് സ്വന്തമായി കുത്തി മരിക്കുവാനായി ഒരുങ്ങിയപ്പോൾ പൗലോസും ശീലാസും പറയുന്നു, സ്നേഹിത, നീ അനർത്ഥം നിനക്ക് വരുത്തരുത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ വിശ്വാസത്തിൽ അടികളും നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും ഏൽക്കും. ഹല്ലേലൂയ. നീ വിശ്വാസി എന്ന് അറിയുവാൻ വേണ്ടി പൗലോസിനും ശീലാസിനും പ്രകരങ്ങൾ ഏറ്റപ്പോൾ അവൻ മിണ്ടാതിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവൻ കൊള്ളാവുന്നവനെന്നോ അറിയുവാൻ. അവനെ നശിപ്പിക്കുവാനായി ഒരുങ്ങിയവർക്കും അവർ സാക്ഷ്യമായി തീർന്നു. കാരാഗ്രഹത്തിന്റെ നടുവിൽ നിന്നും കാരാഗ്രഹത്തിന്റെ പ്രമാണി വന്ന അവരെ പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പിച്ചിട്ട് പറയുന്നു, അല്ലയോ ദൈവത്തിന്റെ ദാസന്മാരെ, ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടി നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? രക്ഷിക്കപ്പെട്ട സ്ഥലത്തിൽ നിന്റെ കരം പിടിച്ചുയർത്തിയതായ ശത്രുക്കൾ ഭൂതാത്മാക്കൾ അഴിഞ്ഞുപോയി, ശാപാത്മാക്കൾ അഴിഞ്ഞുപോയി, രോഗികൾ സൗഖ്യമാക്കുവാൻ തുടങ്ങി. ആ വിചാരം കൊണ്ട് ഉപജീവനം പുലർത്തിയിരുന്നതായ വ്യക്തികൾ പറയുന്നു, ഇവർ നമ്മുടെ പട്ടണത്തെ കലക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ അടയാളം. ഹല്ലേലൂയ. ഭൂതങ്ങൾ പുറത്താകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും പുതിയ നിയമത്തിന്റെ അടയാളമായിരിക്കുന്ന ക്രിസ്തു, അവനിൽ വസിക്കുന്നവന് മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള അധികാരത്തിന്റെ ശബ്ദമുള്ളൂ.
മൂന്നാമതായി അവന്റെ മേൽ ആമേൻ അന്യഭാഷയുടെ കൃപാവരം ഉണ്ടായിരിക്കും. നാലാമതായി ആമേൻ പ്രവചനവരം ഉണ്ടായിരിക്കും. അഞ്ചാമതായി വ്യാഖ്യാനത്തിന്റെ വരമുണ്ടായിരിക്കും. ആറാമതായി അവൻ നിങ്ങളെ വചനത്തിൽ വഴി നടത്തുന്നവനായിരിക്കും. അവൻ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വിശ്വാസികളത്രേ. എന്നാൽ വിശ്വാസത്തിൽ വന്നതായ വിശ്വാസികളോ പുതിയ നിയമത്തിന്റെ അടയാളമായിരിക്കുന്ന ആരാധനയിൽ അവൻ ഉൾക്കൊള്ളണം. ഒന്ന്, അവൻ ശബത്ത് ആചരിക്കണം. രണ്ട്, വിശുദ്ധ ദിവസത്തിൽ അവൻ ആലയത്തിൽ പ്രവേശിച്ചിരിക്കണം. മൂന്ന്, അവൻ പാട്ടുപാടണം. നാല്, അവൻ വചനം വായിക്കണം. അഞ്ച്, അവൻ പ്രാർത്ഥിക്കണം. ഏഴ്, അവനുള്ളവനെ അവൻ ആലയത്തിൽ കൊണ്ടുവരണം. എട്ട്, അവൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. ഒൻപതോ, അവൻ ദൈവസന്നിധിയിൽ ദിനം പ്രതി പ്രാർത്ഥിച്ച യഹോവയോടുകൂടെ കൽപ്പനകൾ ചോദിക്കുന്നവനായിരിക്കണം. ഒൻപതാമതായിട്ട് അവന്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചാൽ വസ്തുവകകളിലും അവന്റെ ഓഹരികളിലും ദശാംശം കൊടുക്കുന്നവനായിരിക്കണം. 10, അവന്റെ ശരീരവും ആത്മാവും ചിന്തകളും യഹോവയ്ക്ക് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. അങ്ങനെയുള്ളവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നവനാണെങ്കിൽ പുതിയ നിയമത്തിന്റെ അടയാളമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. ദിനം പ്രതി പാട്ട് പാടുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വിശുദ്ധ വചനം വായിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? മുടക്കമില്ലാതെ ആരാധനയിൽ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? ചിന്തിച്ചു നോക്കാം. പുതിയ നിയമത്തിന്റെ അടയാളമായിരിക്കുന്ന ക്രിസ്തു നിന്റെ മേലുണ്ട് എങ്കിൽ ഹല്ലേലൂയ, ആമേൻ. നീ രാവിലെ